ഒരു നമ്പർ ഓഫ് മൂവീസ് ടൊവിനോനെ ഒരിക്കലും അഫക്റ്റ് ചെയ്തിട്ടില്ല. ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ആസ് എ പേഴ്സൺ എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല. ടൊവിനോട് ഒരു ഗുണം ടൊവിനോട് എന്ന് വെച്ചാൽ ഒരു സിനിമയിലെ റോളിനെ കുറിച്ച് യു ആർ നോട്ട് എ റോൾ ബോധനബിൾ. അതിപ്പം നായകനാകാം, സഹ ആകാം, വേറെ രീതിയിലാകാം, ചെറിയൊരു റോളാകാം. പക്ഷേ അതൊക്കെ ഒരുപക്ഷെ അഭിനയത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിക്കാണ് കൂടുതൽ കുറച്ചുകൂടെ. തീർച്ചയായിട്ടും എൻ്റെ ജോലി എനിക്ക് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ യാത്രകൾ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നു. പിന്നെ എന്ന് വെച്ചാൽ ആസ് എൻ ആർട്ടിസ്റ്റ് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു മാനറിസം ആയിരിക്കാം, അവരുടെ സംസാര രീതി ആയിരിക്കാം, അവരുടെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം, നടത്തമായിരിക്കാം. ടൊവിനോയിൽ നിന്ന് പിന്നെ സംയുക്ത, അതായത് നമ്മളെപ്പോഴും 2-3 ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒരു നല്ല അഭിനേതാവ് അല്ലെങ്കിൽ ആരാണേലും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒബ്സർവേഷൻ. അത് പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, വേണമെങ്കിൽ ഒരു ആശാരിപ്പണി എടുക്കുന്ന ആൾ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു കലയുടെ ഒരു എലമെൻറ്റ് ഏത് പ്രൊഫഷനിലുണ്ടെങ്കിലും ആ പ്രൊഫഷനെ വിജയിപ്പിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു ഒബ്സർവേഷൻ സ്കില്ലാണ്. അത്തരമൊരു സ്കില്ലുള്ള കുട്ടിയാണ് ഈ സംയുക്ത മേനോൻ. ആ ഒരു സ്കില്ല് ഉപയോഗിച്ച് ടൊവിനോ എന്നുള്ള വ്യക്തിയെ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ കുട്ടിക്ക് സംശീകരിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്നെ സംശയിക്കാൻ പറ്റില്ല, എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കേ. അത്ര മതി കേട്ടാ. പറ, എന്താണ്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ചു. നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ, ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അൺഇൻറപ്റ്റഡ് ആണ് അല്ലേ? യെസ്. ആൻഡ് അറിയാം. മോറോവർ പറയാനുള്ള കാര്യങ്ങള് ഭയങ്കര ധൈര്യമാണ്. പേടി ഇല്ലായ്മയും ധൈര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഹി ഈസ് നോട്ട് ഫിയർലെസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഹി ഈസ് വെരി കോൺഫിഡന്റ് ആൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ധൈര്യമല്ല, ഹി ഈസ് കോൺഫിഡന്റ്. അതാണ് കുറച്ചുകൂടി നല്ല വാക്ക്. യെസ്. ധൈര്യം എന്ന് ഉദ്ദേശിക്കുന്നത് വേറെയല്ല, വെരി കോൺഫിഡന്റ്, ഈസ് വെരി ഷുവർ അബൌട്ട് വാട്ട് ഈസ്. അതെ. അപ്പോൾ അതിപ്പോ സ്വന്തം പറഞ്ഞു കൊടുക്കുക കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ മാക്സിമം പൊക്കി പറയും. എനിക്ക് കുറെ കമ്മീഷൻ തരാതെ എന്നിട്ട് പറയും. പിന്നെ അത്യാവശ്യം വെൽ റെഡ് ആണ്. എന്താ പറയാ, നമ്മൾ ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടും. അതായത് നമ്മൾ ഒരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ സംഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടേക്ക് അവേ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ഉണ്ടാവും. എന്താ ഒരു പക്ഷേ സംയുക്തയ്ക്ക് അതുവരെ ഉണ്ടാകാതിരുന്ന ടൊവിനോ എന്നുള്ള വ്യക്തിയുമായിട്ട് ഇടപഴകിയ ശേഷം സംയുക്തയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഗുണമെന്താ? സെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരായിട്ടും ഒരേപോലെ എന്താ പറയുക, നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ, ഐ മീൻ എന്താ പറയുക, പെരുമാറാൻ ഹിൽ ടേക്ക് ടൈം. അതായത് എല്ലാവരുമായിട്ടും നന്നായിട്ട് പെരുമാറാനും, ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒഴിഞ്ഞു മാറി ഒരു സ്ഥലത്ത് പോയി ഇരിക്കാം. അതല്ലാതെ ഹി ഹിംസെൽഫ് വിൽ ടേക്ക് ടൈം എല്ലാവരുമായിട്ടും ഒരുപോലെ മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും കഴിവുള്ള ഒരാളാണ്. ഹി ക്യാൻ ഒരു സെറ്റ് ഭയങ്കര ലൈവ് ആക്കി എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. ഒന്ന് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ മോഡലിലേക്ക് പോവുക. ഓക്കെ. ടൊവി എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ടൊവി വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു ഹ്യൂമൻ ബീയിങ്ങാണ്. ഒരിക്കലും ടൊവി ഒരു മനുഷ്യനായിട്ട് തന്നെ തുടരാൻ ടൊവിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ടൊവിയുടെ. ആദ്യ പ്രാവശ്യം കണ്ടപ്പോൾ മുതൽ തന്നെയാണ് ടൊവി എല്ലാ പ്രാവശ്യവും ഒരുപോലെ പെരുമാറാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ടൊവിയുടെ എനിക്കുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ടൊവിയുടെ ഒരു കരിയർ നോക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇപ്പോൾ ഒരു മാച്ചോ ഇമേജിലേക്ക് മാറുകയാണ്. ടൊവി അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഡെഫിനറ്റ്ലി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് ആൾക്കാരുടെ ഒരു അഭിപ്രായം കൊണ്ട്, അത് പോപ്പുലർ ആവുന്നതുകൊണ്ടാണോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്? അതോ ഒരു റൊമാൻറ്റിക് ഹീറോ ഇമേജിൽ നിന്നും മാറിപ്പോകാനുള്ള ഒരു മാറുന്നതെന്ന് വെച്ചാൽ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു മാച്ചോ, ഒരു ഫൈറ്റിംഗ് സോൾജിയർ, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക്, പോലീസുകാരൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതലും കാണുന്നത്. ഏതാണ് ടൊവിയുടെ ചോയ്സ്? എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് ഇഷ്ടം? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സംയുക്ത പറഞ്ഞതിനോട് ആണ് പാർവതി യോജിച്ചിരിക്കുന്നത്. അതൊരു ഗ്രൗണ്ടഡ് ആണ്, സമഭാവനയോടെ എല്ലാവരോടും പെരുമാറാനുള്ള ഒരു ആർജവം. അത് ഞാൻ ചെയ്യുന്നൊരു വളരെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരിക്കലും അത് അവർക്ക് വേണ്ടിയിട്ടില്ല, നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പരമാവധി ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടായി, അത് എൻ്റെ ക്രൂ എന്ന് പറയുന്ന രീതിയിലുള്ള അടുപ്പം എനിക്ക് എല്ലാവരുമായിട്ടും ഉണ്ടെങ്കിൽ
എനിക്ക് എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഒരുപക്ഷേ ടൊവിനോയിൽ നിങ്ങൾ കാണുന്ന ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ടൊവിനോ സ്വാഭാവികമായിട്ട് ടൊവിനോയുടെ കംഫർട്ടിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുക. നമ്മൾ എപ്പോഴാണ് കംഫർട്ടബിൾ ആവുന്നത്? ചുറ്റുമുള്ളവർ കംഫർട്ടബിൾ ആവുമ്പോഴേ നമുക്ക് കംഫർട്ടബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ക്വാളിറ്റിയാണ്. അതേസമയം അതിനകത്ത് ടൊവിനോയ്ക്ക് തന്നെ ഒരു ഗുണം അതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ക്വാളിറ്റി എന്ന നിലയിൽ നമുക്ക് കാണണം. എന്താ കാരണം വെച്ചാൽ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ലാക്ക് ചെയ്യപ്പെടുന്നൊരു സംഭവമാണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഉദാഹരണം എനിക്ക് വേണമെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ വേറെ സ്റ്റാറ്റിൽ വരുന്ന ഒരാൾ വരുവാണെങ്കിൽ എനിക്ക് വേണം വേറെ ലെവലിൽ പെരുമാറും. പക്ഷേ അതല്ല, ഐ നീഡ് ടു മേക്ക് ദം അറ്റ് ഹോം. അതാണ് പ്രധാനം. എനിക്ക് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം പറക്കാൻ പറ്റണം, സൂപ്പർമാൻ ആവണം എന്നുള്ളതാണ്. കാരണം ഈ പറക്കാൻ പറ്റുന്നതും അല്ല അതല്ല, അതിൽ പറക്കാൻ പറ്റും എന്നുള്ളതല്ല അതിന്റെ മെയിൻ ഐറ്റം. സൂപ്പർമാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുക. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. പാർവതി ചേച്ചി ചോദിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലുമില്ല, അത് ഇപ്പൊ ഈ സിനിമകളുടെ ഓർഡർ കാരണം കൊണ്ട് തന്നെ തോന്നുന്നതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം സോഫ്റ്റ് ആയിട്ടുള്ള ഒതുങ്ങിക്കൂടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനാണ്. പക്ഷെ ഒരു രീതിയിലും ടൈപ്പ് കാസ്റ്റഡ് ആയി പോകാൻ എനിക്ക് ആഗ്രഹമില്ല.